പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇന്നൊരു പുരാവസ്തു മന്ത്രിയുണ്ട്. ആ മന്ത്രി സത്യത്തിൽ ഒരു മന്ത്രിയാണെങ്കിൽ പോലും ആ മന്ത്രി ഫലത്തിലൊരു പുരാവസ്തുവാണ് ഈ മന്ത്രിസഭയിലെ എന്ന് നമ്മൾ പറയേണ്ടി വരും. ആ പുരാവസ്തു മന്ത്രിയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലൊരു മന്ത്രിസഭാ പുനഃസംഘടന നടന്നു. ആ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും എനിക്കതിനെക്കുറിച്ച് പറയേണ്ടി വന്നിരിക്കുകയാണ്. രണ്ട് മന്ത്രിമാർ മാറി. അഹമ്മദ് ദേവർകോവിലും മാറി, ആൻ്റണി രാജുവും മാറി. അഹമ്മദ് ദേവർകോവിലെ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്നു. ആൻ്റണി രാജു ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. ആൻ്റണി രാജുവിന് പകരം കെ ബി ഗണേഷ് കുമാർ വന്നു. അഹമ്മദ് ദേവർകോവിലിന് പകരം കടന്നപ്പള്ളി രാമചന്ദ്രൻ വന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ കരുതിയിരുന്നത് അവരുടെ കയ്യിലുള്ള വകുപ്പ്, നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാരിലുള്ള വകുപ്പുകൾ പുതിയ മന്ത്രിമാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നായിരുന്നു. അത് ട്രാൻസ്പോർട്ട് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അത് ഫലപ്രാപ്തിയിലെത്തി. ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ആന്റണി രാജു മാറിയപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പ് കെ ബി ഗണേഷ് കുമാറിനെത്തി. പക്ഷേ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിക്ക് വകുപ്പുകൾ കൊടുത്തപ്പോൾ അതിൽ നിന്ന് തുറമുഖം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പ് തിരിച്ച് CPM എടുത്തു. അപ്പോൾ അവിടെയാണ് നമ്മളൊക്കെ ഒന്ന് ഞെട്ടിയത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളങ്ങനെ വിചാരിച്ചിരുന്നില്ല. നമുക്കറിയാം, ആ വകുപ്പ് എടുത്തിട്ട് ആ വകുപ്പ് പിന്നെ വാസവൻ എന്ന് പറയുന്ന EN വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം CPM ആണ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മെമ്പറാണ്. അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രി കൊണ്ടാണ്. അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുത്തു. ഫലത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിക്ക് ഇന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പുകളാണ് ഉള്ളത്. ഒരുപക്ഷെ ഇത്രയേറെ അപ്രസക്തമായ രണ്ട് വകുപ്പുകൾ, ഇത്രയേറെ പ്രാധാന്യമില്ലാത്ത രണ്ട് വകുപ്പുകൾക്ക് ഒരു മന്ത്രി എന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അപ്രസക്തമായിട്ടുള്ള വകുപ്പുകളുമായിട്ട് മന്ത്രിമാർ വേറെയുണ്ട് ഈ മന്ത്രിസഭയിൽ. അത് നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഈ പശ്ചാത്തലത്തിൽ. ആ മന്ത്രി CPIയുടെ മന്ത്രിയാണ്. അവരുടെ പേര് ചിഞ്ചു റാണി എന്നാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ക്ഷീരവികസനം എന്ന് പറയുന്ന ഒരു വളരെ ചെറുകിട വകുപ്പാണ് അവരുടെ കയ്യിലുള്ളത്. ഒരു വനിത കൂടിയാണ്, പിന്നോക്കക്കാരിയുമാണ്. പക്ഷേ അവർക്കൊരു കുഞ്ഞു വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതാണ്ട് അതിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ പ്രാധാന്യമുള്ള രണ്ട് വകുപ്പുകളുമായി ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി ഇങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് പുരാവസ്തു വകുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഫലത്തിൽ അദ്ദേഹം ഒരു പുരാവസ്തുവായിട്ടാണ് അദ്ദേഹം ഈ മന്ത്രിസഭയിൽ തുടരുന്നത്. സുഹൃത്തുക്കളെ, ഈ പുരാവസ്തു മന്ത്രി ആയിട്ടുള്ള ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മീശയും വെള്ള മീശയും ഈ പറഞ്ഞതുപോലെ നീണ്ട താടിയും കഷണ്ടിയൊക്കെ ആയിട്ടുള്ള ഒരു കോമിക് കഥാപാത്രമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. പക്ഷേ ആ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആ മന്ത്രിയെക്കുറിച്ചിട്ടും ആ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും നമ്മൾ ഒന്ന് അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പുരാവസ്തു മാത്രമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചിട്ട് എൻ്റെ പ്രേക്ഷകരുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ പോകും. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് 79 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. 1946 കൃഷ്ണൻ ഗുരുക്കൾ പാർവതി അമ്മ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ മകനായി 1944 ജനിച്ച ആളാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹം യൂത്ത് കോൺഗ്രസിലൂടെയാണ് വന്നത്. അദ്ദേഹം കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കൺവീനറായിരുന്നു. അവിടുന്ന് അദ്ദേഹം 1969-71 കാലഘട്ടത്തിൽ അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം ലോ അക്കാഡമി എന്ന് പറഞ്ഞ നിയമസ്ഥാപനത്തിൽ അദ്ദേഹം നിയമ വിദ്യാർത്ഥി കൂടിയായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരനായിരുന്ന നിയമവിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം 1971 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചു. അന്ന് എത്ര പ്രായം അദ്ദേഹത്തിനുണ്ടാകും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അദ്ദേഹം നിയമവിദ്യാർത്ഥിയായിരുന്നു. 1971 കന്നി മത്സരം. ആ കന്നി മത്സരത്തിൽ കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇന്ന് ഈ പുരാവസ്തു വകുപ്പ് മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആരെയാ തോൽപ്പിച്ചെന്നറിയാമോ സുഹൃത്തുക്കളെ? അദ്ദേഹം തോൽപ്പിച്ചത് CPMൻ്റെ ഏറ്റവും സമുന്നത നേതാവായിരുന്ന, CPMൻ്റെയും എക്കാലത്തെയും ഏറ്റവും എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായിരുന്ന EK നയനാരെയാണ് 1971 ഈ ചെറുപ്പക്കാരനായിരുന്ന നിയമവിദ്യാർത്ഥിയായിരുന്ന ഇന്ന് പുരാവസ്തു മന്ത്രിയായി തുടരുന്ന ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ തോൽപ്പിച്ചത്.
അങ്ങനെ ആദ്യം അദ്ദേഹം 971 എം പി ആയി. 977 അദ്ദേഹം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം എം പി ആയി. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായി. അദ്ദേഹം 990 മുതൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി 990 മുതൽ തുടരുകയാണ്. അപ്പോൾ 971 ആദ്യം എം പി നായനാരെ തോൽപ്പിച്ചു. 977 അദ്ദേഹം രണ്ടാമത് കാസർഗോഡ് നിന്ന് എം പി ആയിട്ട് ജയിച്ചു. 2 പ്രാവശ്യം എം പി ആയി ജയിച്ചു. അതിനുശേഷം 980, 2006, 2016, 2021 4 പ്രാവശ്യം അദ്ദേഹം എം എൽ എ ആയി. 980 എം എൽ എ ആയതിനു ശേഷം പിന്നെ ഒരു നീണ്ട കാലം കഴിഞ്ഞതിന് ശേഷമാണ് 2006 അദ്ദേഹം എം എൽ എ ആവുന്നത്. പിന്നെ 2016 എം എൽ എ ആയി, 2021 എം എൽ എ ആയി. ഒരുപക്ഷെ ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വള്ളിനിക്കറും ഇട്ട് നടക്കുന്ന സമയത്ത് ലോക്സഭ എം പിയും അതിനുശേഷം എം എൽ എ ഒക്കെ ആയ ആളാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. എനിക്കൊന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് പലരും ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിലെ പലരും കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്ന കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് കെ എൻ ബാലഗോപാൽ, എം പി രാജേഷ്, പി രാജീവ്, വീണ ജോർജ്, ഈ പറഞ്ഞ പോലെ പുത്തൻകൂറ്റ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ്, അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ 5-10 വയസ്സൊക്കെ ഉള്ള സമയത്ത് രാഷ്ട്രീയത്തിൽ വന്ന് ജയിച്ച് എം പി ആയിട്ടുള്ള ആളാണ് ഇന്ന് അവരുടെയൊക്കെ കീഴിൽ വെറും പുരാവസ്തു രജിസ്ട്രേഷൻ മന്ത്രിയായിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോൾ 70-ലും 71-ലും 77-ലും എം പി, 980-ലും 2006-ലും 2016-ലും 2021-ലും എം എൽ എ. അപ്പോൾ 2 പ്രാവശ്യം എം പി, 4 പ്രാവശ്യം എം എൽ എ എന്ന് മാത്രമല്ല 3 പ്രാവശ്യം മന്ത്രി. ആലോചിച്ച് നോക്കണം നമ്മൾ. 2009-2011 കാലഘട്ടത്തിൽ ദേവസ്വം പ്രിൻറ്റിംഗ് സ്റ്റേഷനറി മന്ത്രി, 2016-2021 തുറമുഖം, മ്യൂസിയം, ആർക്കിയോളജി, പുരാവസ്തു, ഇതിൻ്റെ 3ൻ്റെയും മന്ത്രി. അങ്ങനെ 2 തവണ മന്ത്രിയായിരുന്നു. ഇപ്പോൾ അതേ 3ാമത്തെ തവണ മന്ത്രി. പക്ഷേ ആദ്യ മന്ത്രിയാകുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്നു, 2ാമത് മന്ത്രിയാകുമ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു. പക്ഷേ 3ാമത് മന്ത്രിയാകുമ്പോൾ 2 കുഞ്ഞ് വകുപ്പുകൾ, ഒന്ന് പുരാവസ്തു വകുപ്പും ഒന്ന് രജിസ്ട്രേഷൻ വകുപ്പും. യഥാർത്ഥത്തിൽ മന്ത്രി എന്ന് പറയാൻ പോലും കഴിയുമോ എന്നെനിക്ക് സംശയമാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് സെക്രട്ടറിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന 2 ചിന്ന 2 വകുപ്പുകളുടെ മന്ത്രിയായി ഇരിക്കുകയാണ് ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഈ കടന്നപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്ന 21 മന്ത്രിയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം പിന്തുടർന്നിട്ടുള്ള ഒരു വന്ധ്യ വയോധികനായിട്ടുള്ള ഒരു ഗാന്ധിയൻ കോൺഗ്രസ്സുകാരനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ആ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ നേതാവിനെ ഈ പറഞ്ഞതുപോലെ 2 ചെറിയ വകുപ്പുകൾ കൊടുത്തിരുത്തുക എന്ന് പറയുന്നത് അയാളെ പരിഹസിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനൊക്കെ തുല്യമാണ്. പക്ഷേ അത് പിണറായി മന്ത്രിസഭയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിണറായി മന്ത്രിസഭയിൽ അതിനൊന്നും ഒരു വിലയില്ലല്ലോ. പിണറായി മന്ത്രിസഭയിൽ പിണറായി എന്തോ തീരുമാനിക്കുമോ അത് നടപ്പിലാകും. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിൽ എന്തിനൊക്കെയാണ് വില, ആർക്കൊക്കെയാണ് വിലയില്ലാത്തത് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു പ്രതിഫലനമാണ് ഈ കടന്നപ്പള്ളി രാമചന്ദ്രന് കിട്ടിയിട്ടുള്ള ഈ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പുകൾ. നമ്മൾ ആലോചിച്ച് നോക്ക്. പി രാജീവിന് നിയമവകുപ്പ്, വ്യവസായ വകുപ്പും നിയമവകുപ്പും, എം പി രാജേഷിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസ് വകുപ്പും, വീണ ജോർജിന് ആരോഗ്യ വകുപ്പ്, കെ എൻ ബാലഗോപാലിന് ധനകാര്യ വകുപ്പ്, മുഹമ്മദ് റിയാസിന് ടൂറിസവും PWDയും വകുപ്പ്. ആ വകുപ്പുകളൊക്കെ അവരുടെ കയ്യിലിരിക്കുമ്പോൾ, ഈ നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ അവരുടെ കയ്യിലിരിക്കുമ്പോൾ 971 മുതൽ 50 വർഷത്തിലധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള, 71-ലും 77-ലും എം പി ആയ, 71-ൽ നിയമവിദ്യാർത്ഥിയായിരിക്കുമ്പോൾ EK നായനാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള CPM നേതാവിനെ തോൽപ്പിച്ച, അതിനുശേഷം 4 പ്രാവശ്യം MLA ആയ, ഇതിനു മുമ്പ് 2 പ്രാവശ്യം മന്ത്രിയായ, ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവായി, സംസ്ഥാന പ്രസിഡന്റായി 990 മുതൽ തുടരുന്ന വന്ധ്യ വയോധികനും ഗാന്ധിയനുമായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ വെറും ഒരു പ്യൂണിനെ പോലെ, ഒരു പ്യൂണിൻ്റെ നിലവാരത്തിലേക്ക് നിർത്തിയിരിക്കുകയാണ് പിണറായി മന്ത്രിസഭയിൽ.
അത് എന്ത് കൊടുത്താലും അത് വാങ്ങി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പഞ്ചപുച്ഛമടക്കി ഒതുങ്ങി നിൽക്കാനല്ലാതെ ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമുക്കറിയാമല്ലോ. ഒരു MLA ഉണ്ട്, അദ്ദേഹം ഇരിക്കൂർ മണ്ഡലത്തിൽ ജയിച്ചു, ഇടക്കാട് മണ്ഡലത്തിൽ ജയിച്ചു, ഇപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലുള്ള MLA ആണ്. അദ്ദേഹത്തിന് കൊടുക്കുന്നത് വാങ്ങി മന്ത്രി എന്നുള്ള പേരിൽ അവിടെ തുടരാമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു നിവൃത്തിയുമില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം തുടരുകയാണ്. പക്ഷേ കേരളത്തിലെ പിണറായി മന്ത്രിസഭയിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം തുടരുന്ന വന്ധ്യവയോധികരായിട്ടുള്ള ആളുകൾ, വ്യക്തികൾ, നേതാക്കന്മാർ ഏതൊക്കെ നിലയിൽ അപഹസിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഈ കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തിട്ടുള്ള ഈ വകുപ്പുകൾ. ഈ വന്ധ്യവയോധികനായിട്ടുള്ള 19 വർഷക്കാലത്തിലധികമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് വെറും ഒരു പുരാവസ്തുവായി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഹൃദയഭേദകവും ഏറ്റവും ദയനീയവുമായിട്ടുള്ള ഒരു സംഭവവികാസമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.